ഞാൻ നിന്നെ വിലക്ക് വാങ്ങിയത്, നിന്നെ സ്വതന്ത്രനാക്കി വിട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തീർച്ചയായും നിന്നെ ഞാൻ മോചനാക്കി വിട്ടിരിക്കുകയാണ്. ആ സമയത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇന്നി ലാ ഉഅദ്ദിറു ലിഅഹദിൻ ബഅദ റസൂലില്ലാഹ്, ഇന്നി ലാ ഉഅദ്ദിറു ബഅദ റസൂലില്ലാഹ്, ഇന്നി ലാ ഉഅദ്ദിറു ലിഅഹദിൻ ബഅദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന് ശേഷം, പ്രവാചകന്റെ മരണത്തിനു ശേഷം ഒരാൾക്ക് വേണ്ടിയും ബാങ്ക് കൊടുക്കാൻ ഈ ബിലാലിന് കഴിയില്ല കേട്ടോ. മുയിലാര് പറയാ, റസൂലുള്ള മരിച്ചാ ദുഃഖിക്കണ്ട, റസൂലുള്ള മരിച്ചാ ദുഃഖിക്കണ്ട. എവിടുന്നാ പഠിച്ചത്, എവിടുന്നാ പഠിച്ചത്? എന്നിട്ട് ഹുബ്ബുർ റസൂലാണ് പോലും. ഇതാണ് ഹുബ്ബുർ റസൂൽ എന്ന് പറയും. അവർക്ക് ആഘോഷിക്കണം, സന്തോഷിക്കണം, സംഘടനയുടെ പെരുപ്പം കാണിക്കണം, അല്ലേ? എന്നിട്ട് അതുവഴി എന്തൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ ഉണ്ടാക്കണം. അതിനു വേണ്ടിട്ട് എന്തെടുക്കുക, അതിനു വേണ്ടിട്ട് എന്തെടുക്കുക? റസൂലുള്ള മരിച്ചത് നന്നായി, നമുക്ക് പരിപാടി ഉഷാറാക്കണം. ഉണ്ടോ? ഈ ദുർവാശി അത് ഒഴിവാക്കാനാ പറഞ്ഞത്, അത് ഒഴിവാക്കാനാ പറഞ്ഞത്, അല്ലേ? മാത്രല്ല മൗലിദ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിചാരിച്ചത് മദ്ഹാണ്, പുകഴ്ത്തലാണ്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉടലെടുത്ത കാലഘട്ടം മുതൽ വളരെ ശക്തമായി ബോധ്യപ്പെടുത്തി എന്തെല്ലാം? റസൂലുള്ളാഹിന്റെ പേരിൽ കളവ്, പ്രവാചകന്റെ പേരിൽ കളവ്, അല്ലേ? റസൂലുള്ളാഹിയെ കളനാക്കുന്ന പരാമർശങ്ങൾ ഇല്ലേ മൗലിദില്? മുജാഹിദിൽ ചോദിച്ചു, വിശദീകരിച്ചു, അല്ലേ? എത്രത്തോളം നിങ്ങൾക്കറിയോ? ഡെൻമാർക്കിന്റെ തെരുവോരങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാർട്ടൂൺ വരച്ചുകൊണ്ട് പ്രവാചകനെ ആക്ഷേപിച്ചവരുണ്ട്. കേരളത്തിൽ പ്രവാചകന്റെ പേരിൽ മൗലിദ് എഴുതി പ്രവാചകനെ ആക്ഷേപിച്ചവരുണ്ട്. എന്നാൽ ഒരു സ്റ്റേജ് കിട്ടി അപ്പൊ എന്താ പറയുന്നറിയോ? മുജാഹിദുകൾ നബി സാധാരണക്കാരെന്ന് പറഞ്ഞ ആൾക്കാരാണ്, നബിയിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ്, നബിയിൽ വിശ്വാസമില്ലാത്തവരാണ്, അതുകൊണ്ട് മുജാഹിദിനെ കണ്ടാൽ സലാം ചെല്ലാൻ പാടില്ലാത്തതാണ്. ഉണ്ടോ? നിങ്ങൾ ആലോചിക്കണം, മൗലിദിലൂടെ റസൂലിനെ ആക്ഷേപിച്ചു, അല്ലേ? എവിടെയാ സിദ്ദീഖ് മൗലിദ്? സിദ്ദീഖ് മൗലിദിന് റസൂലുള്ളാഹിന്റെ നായിൽ നിന്ന് കളവ് വരും, പ്രവാചകന്റെ നാവിൽ നിന്ന് കളവ് വരുമെന്ന് എഴുതി വെച്ചു, അല്ലേ? ഞാൻ കാണിച്ചതാ, മുസ്ലിയാക്കന്മാരുടെ കോപ്രായിത്തരവും കാണിച്ചതാ. വിഷയത്തിൽ എന്താണെന്നറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഒരു സംഭവം, അതിനെപ്പറ്റി സിദ്ദീഖ് മൗലിദിൽ പറയാ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്നഹു ജാത്തിംറത്തും മിനൽ അൻസാരി, അൻസാറുകളിൽ പെട്ടൊരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടി. ഫഖാലത്ത്, എന്നിട്ട് അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, റഅയ്തു ഫിൽ മനാം, ഞാനിതാ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടത്? കഅന്നൻ നഖലത്തല്ലതി ഫീ ദാരി ഖദ് വഖഅതു, ഒരു ഈത്തപ്പനമരം എന്റെ വീട്ടിലേക്ക് മുറിച്ചിടപ്പെട്ടതായി ഞാൻ സ്വപ്നം കണ്ടു. വസൗജി ഫിസ് സഫരി, എന്റെ ഭർത്താവാകട്ടെ യാത്രയിലാണ്. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യജിബു അലൈക സബർ, മോളെ നീ ക്ഷമിച്ചോളൂ, മോളെ നീ ക്ഷമിച്ചോളൂ. കാരണം ഫലം തജ്തമഇ ബിഹി ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ ഇനി നിന്റെ ഭർത്താവിനെ കണ്ടുമുട്ടാൻ നിനക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. ഇത് കേൾക്കേണ്ട താമസം ഫഖറജത് ഇംറാത്തും ബാക്കിയത്ത്, ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. ഫറഅത് അബൂബക്കറിൻ ഫി തരീഖ്, വഴിയിൽ നോക്കുമ്പോൾ ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. ഫഅഖബറതുഹു മാ റഅതു ഫിൽ മനാം, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ സ്ത്രീ ഇതാ സ്വപ്നം കണ്ട കാര്യം പറഞ്ഞു കൊടുത്തു. ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട്, പക്ഷേ വലം യദ്കുർ മാ ഖാല ലഹൻ നബി വലം തദ്കുർ ലഹു മാ ഖാല ലഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് പറഞ്ഞപ്പോൾ നബി എന്താണ് പറഞ്ഞത് എന്ന് മാത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല, ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറഞ്ഞു, ഇദ്ഹബി, മോളെ നീ പോയിക്കൊള്ളൂ, വിഷമിക്കണ്ട. ഫഇന്നകി തജ്തമീന ബിഹി ഫി ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ നിന്റെ ഭർത്താവ് വീട്ടിലെത്തും, ഈ രാത്രിയിൽ നിന്റെ ഭർത്താവ് വീട്ടിലെത്തും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, പ്രവാചകൻ പറഞ്ഞതോ റസൂലുള്ളാഹി വഫാത്തായി, റസൂലുള്ളാഹി പറഞ്ഞു ഇതാ നിന്റെ ഭർത്താവ് മരിച്ചുപോയി. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലടോ, വരും, ഇന്ന് രാത്രി വരും. അങ്ങനെ ഈ പെണ്ണ് വീട്ടിലേക്ക് പോയി. ഫദഖലത് ഫീ മൻസിലിഹാ, വീട്ടിൽ പ്രവേശിച്ചു. വഹി മുതഫക്കിറത്തുൻ ഫീ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖൗലി അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും പ്രവാചകന്റെയും ഈ വാക്കുകൾ പരസ്പരം ആലോചിച്ചു കൊണ്ടിരുന്നു. അബൂബക്കർ അങ്ങനെ പറഞ്ഞു,
നബി ഇങ്ങനെ പറഞ്ഞു. ഏത് സംഭവിക്കും? അങ്ങനെ ആലോചിച്ചിങ്ങനെ പെണ്ണിങ്ങനെ കിടക്കുമ്പോ ഫലമ്മാ ജന്ന അലൈഹിൽ ലൈൽ ഫൈദാ ബിസൗജിഹാ ഫീ ദാരിഹാ. രാത്രി കുറച്ചങ്ങ് ചെന്നപ്പോ ഭർത്താവിനെ അതാ വീട്ടിൽ നിൽക്കുകയാണ്. റസൂലുള്ളാഹി വഫാത്തായി മരിച്ചുപോയി എന്ന് പറഞ്ഞ, പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞ ഭർത്താവ് ഇതാ വീട്ടിൽ നിൽക്കുകയാണ്. ഫദഹബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ പെണ്ണെടുത്തോടി. എന്നിട്ട് അഖ്ബറതു ബി സൗജിഹാ, തന്റെ ഭർത്താവ് വന്ന വിവരം നബി അറിയിച്ചപ്പോ മൗലിദുകാരൻ എഴുതി വെച്ച നബിയെ കുറിച്ച് നബി ഇങ്ങനെ ചിന്തിച്ച്, പടച്ചോനെ, അഷ്റഫുൽ ഖൽഖായ ഞാൻ, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ ഞാൻ, അവസാനത്തെ പ്രവാചകനായ ഞാൻ, വഹിയുള്ള ഞാൻ, ഇസ്മത്തുള്ള ഞാൻ പറഞ്ഞത് തെറ്റിയോ? നബി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ മുഹമ്മദ്, മുഹമ്മദേ, അല്ലദീ ഖുൽതഹു വൽ ഹഖ്, നീ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. മരിച്ചെന്ന് പറഞ്ഞില്ല, അത് സത്യം തന്നെയായിരുന്നു. പക്ഷേ വലാകിൻ ലമ്മാ ഖാല അബൂബക്കർ പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? ഇന്നകി തജ്തമീന ബിഹി, ഇന്ന് രാത്രി നിന്റെ ഭർത്താവ് വീട്ടിൽ വരുമെന്ന് അബൂബക്കർ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞപ്പോ ഇസ്തഹയല്ലാഹു അയ്യജ്രിയ അലാ ലിസാനിഹിൽ കദിബ്, അബൂബക്കറിന്റെ നാവിൽ നിന്ന് കളവ് വരുന്നത് അള്ളക്ക് നാണമായി പോയി. പടച്ചോനെ നാണായി. മരിച്ചടക്കം ഇടിക്കണോ? അബൂബക്കർ വേഗം പൊക്കോ, വീട്ടിൽ പൊക്കോ പറഞ്ഞു വിട്ടു. അപ്പൊ റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് കളവ് വരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉടൻ തന്നെ മരിച്ചാളെ ജീവിപ്പിച്ചിട്ട്, കാര്യം അബൂബക്കർ സിദ്ദീഖാണ്, കള്ളം വരാൻ പാടില്ല, അതുകൊണ്ട് മരിച്ചാളെ ജീവിപ്പിച്ച് വിട്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇത് മദ്ഹാണ് പോലും, പ്രവാചക കീർത്തനാണ് പോലും, അല്ലെ? ആരെ പറ്റിക്കുന്നത്, ആരെ കബളിപ്പിക്കുന്നത്, അല്ലെ? എന്നിട്ട് മുസ്ലിയാക്കന്മാർ ഇതിന് മറുപടി പറയാൻ നടക്കുക. ഇതിന് മറുപടി എന്റെ ഒരു മുയിലാര് മറുപടി പറഞ്ഞ കോലുണ്ട്. ഈ വാചകത്തിന്, ഈ മൗലിദിന് ഇതേ സംഭവം തന്നെ മുസ്ലിയാര് പറയാ. മുസ്ലിയാർ അത് വിശദീകരിക്കട്ടെ. സിദ്ദീഖ് മൗലിദിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം, കറാമത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം. وله من الكرامات ما لا يحصى ومن خوارق العادات ما لا يستقصى منها ما جاء عن انس رضي الله عنه انه جاءت امراه من الانصار. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊല്ലപ്പെട്ട ഒന്നാണ്. അൻസാറുകൾപ്പെട്ട ഒരു പെണ്ണ്, ഒരു സഹോദരി വരുന്നു. എന്നിട്ട് നബി തങ്ങൾ ഒരിക്കൽ വന്നിട്ട് പറയുന്നു, റഅയ്തു ഫിൽ മനാമി കഅന്ന നഖ്ലത്തല്ലതി ഫീ ദാരി ഖദ് വഖഅത് വസൗജി ഫിസ് സഫർ. നബിയേ, എന്റെ വീടിന്റെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. എന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ഈത്തപ്പന അത് താഴെ നിലം പൊത്തിയതായി ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. എന്റെ ഭർത്താവാകട്ടെ യാത്രയിലുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, യജിബു അലൈകി സ്വബർ, നീ ക്ഷമിക്കണം. ഫലൻ തജ്തമിഇ ബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാൾ വരെ നിങ്ങൾ രണ്ടുപേരും സംഗമിക്കുകയില്ല എന്ന് നബിതങ്ങൾ പറയുകയുണ്ടായി. ഫഖറജത് ഇംറഅത്തുൻ ബാകിയ, നബിതങ്ങൾ അരികിൽ നിന്ന് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അബൂബക്കറിൻ ഫി ത്വരീഖ്, വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പെണ്ണ് കാണുകയാണ്. ഫഅഖ്ബറതുഹു മാ റഅതുഹു ഫിൽ മനാം, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ സ്വപ്നത്തിൽ കണ്ടത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വിശദീകരിക്കുകയാണ്. വലം തഖുൽ ലഹു മാ ഖാലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞത് ആ പെണ്ണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞില്ല. ഫഖാല ലഹാ, അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പെണ്ണിനോട് പറയുകയുണ്ടായി, ഇദ്ഹബി, നീ പോവുക, ഫഇന്നകി തജ്തമിഈന ബിഹി ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രി തന്നെ നിന്റെ ഭർത്താവുമായി നീ സംഗമിക്കും. ഫദഖലത് ഫീ മൻസിലിഹാ, അവളുടെ വീട്ടിലേക്ക് അവൾ പ്രവേശിച്ചു. വഹിയ മുതഫക്കിറത്തുൻ ഫീ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൾ നബി തങ്ങളുടെ വാക്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖൗലി അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ ജന്ന അലൈഹി ലൈൽ, രാത്രി ഇരുമുട്ടിയപ്പോൾ, ഫഇദാ ബിസൗജിഹാ ഫീ ദാരിഹാ, അവളുടെ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുന്നു. അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുകയാണ്. ഫദഹബത് ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അരികിലേക്ക് അവൾ പോയി. വഅഖ്ബറതുഹു ബിസൗജിഹാ, അങ്ങനെ നബി തങ്ങളോട് അവളുടെ ഭർത്താവ് വന്ന വിവരം